പൊന്നു മക്കളെ, ഇത് കണ്ടില്ലേ? RSSന് ഉപരോധം ഏർപ്പെടുത്തണം US പറഞ്ഞിട്ടുള്ളത്. എന്തായി? ഇസ്രായേലിനെയും അമേരിക്കനെയും ഭയങ്കര താങ്ങുണ്ടായിരുന്നല്ലോ. ഇപ്പൊ കണ്ടില്ലേ? ഇതൊക്കെ തന്നെയുള്ളൂ അവരിരുന്ന് കിട്ടുക. ഇപ്പൊ പൊട്ടിക്കരയാൻ തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞോളി, അല്ലാതെ ഒരു കാര്യമല്ല. കക്കൂസി പോയി കരഞ്ഞാൽ മതിട്ടോ. ഇനി അമേരിക്ക കണ്ടില്ലേ? ഊമ്പിക്കൽ കൊടുത്തി. അവർക്ക് ഇതിങ്ങനൊന്നും കാര്യമില്ലടോ, ഒരു കാര്യമല്ല. വെറുതെ അവരെങ്ങനെ സപ്പോർട്ട് ചെയ്ത് കണ്ടേ ഒരു മുസ്ലിം വിരോധം കൊണ്ട് നിങ്ങൾ പല ആൾക്കാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അവരൊക്കെ തനി പൊള്ളയാടോ, പൊള്ളയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്കെതിരെ പറഞ്ഞാൽ നിങ്ങൾ ആരോടൊപ്പം? നിങ്ങൾ റഷ്യയോടൊപ്പം. ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ പറഞ്ഞു, നിങ്ങൾ ആരോടൊപ്പമാണ്? ഇറാനൊപ്പമാണ്. ഡൊണാൾഡ് ട്രംപ് സൗദിക്കെതിരെ പറഞ്ഞു, നിങ്ങൾ ആരോടൊപ്പമാണ്? സൗദിക്ക് ഒപ്പമാണ്. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ പറഞ്ഞു, നിങ്ങൾ ആരോടൊപ്പമാ? ഞങ്ങൾ ട്രംപിനൊപ്പം. എന്തൊരു ലോജിക്കാണ് നിങ്ങളുടെ? നിങ്ങൾ നോക്കൂ, ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാർ ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന നറേറ്റീവ് ഇതല്ലേ? എത്ര എത്ര ബാലിശമെന്നോ പരിഹാസ്യമെന്നോ എന്താ ഇതിനെ പറയേണ്ടത്? നിങ്ങളുടെ ശത്രുവാണ് ഡൊണാൾഡ് ട്രംപ്. ട്രംപ് എന്ത് പറഞ്ഞാലും നിങ്ങൾ ട്രംപിനെതിരാണ്. ട്രംപ് എന്തെങ്കിലും ഇന്ത്യക്കെതിരെ പറഞ്ഞാൽ ട്രംപ് പറഞ്ഞാലും ശരി. ഇവരുടെയൊക്കെ അച്ഛൻ ആരാണ് എന്നാണ് പച്ചമലയാളത്തിൽ ചോദിക്കേണ്ടത് സത്യത്തിൽ. അപ്പൊ പിന്നെ RSS, റോയ്, BJP, കോൺഗ്രസ്, CPM, മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന ചക്കക്കുരു ഉണ്ണിക്കായി ഒന്നും അല്ല. നിരോധിക്കാനും ഉപരോധിക്കാനും.